പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഞെറി വെച്ച ഷിമ്മയാണ് തയ്ക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ തുണിയാണെന്ന് വിചാരിക്കണം. തുണീനെ നമ്മൾ ആദ്യം ഒന്ന് ഇങ്ങോട്ട് മടക്കണം, പിന്നെ ഒന്ന് തിരിച്ച് ഇങ്ങനെയും മടക്കണം. തുണീനെ നമ്മൾ നാലാക്കി മടക്കി വെച്ചെന്നു. നമ്മൾ വണ്ണം എടുത്തുള്ളത് 23 ഇഞ്ചാണ്. ഇറക്കം നമുക്ക് വേണ്ടത് 27 ഇഞ്ചാണ്. ബോഡി ഇറക്കം നമ്മൾ എടുത്തുള്ളത് 10.5 ഇഞ്ചാണ്. ഇത് മുകളിലേക്കുള്ള പീസാണ്. ബോഡി ഇറക്കം നമുക്ക് 10.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 11.5 ഇഞ്ച് വെക്കണം. 11.5 ഇഞ്ച് ഇതിലുണ്ട്. നമുക്ക് വണ്ണമാണ് വേണ്ടത്. വണ്ണം 23 ഇഞ്ചാണ് വണ്ണം. അതിനെ നാലാക്കി ഭാഗിക്കുമ്പോൾ 5.25 വരും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമ്മൾ 7.25 ഇഞ്ച് വെക്കണം. ആ 7.25 വെക്കാം. താഴെ അടയാളപ്പെടുത്തണം. നമുക്കിവിടെ വരയാം. തോൾ വീതി നമുക്ക് 4.25 വേണ്ടത്. അതൊന്ന് അടയാളപ്പെടുത്താം. ഒന്ന് താഴേക്കും കൂടെ അടയാളപ്പെടുത്തണം. ഒന്ന് താഴോട്ട് വരയ്ക്കാം. ഇനി നമുക്ക് കഴുത്തിറക്കാണ് വേണ്ടത്. കഴുത്തിറക്കം 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. കുറച്ച് പത്തിക്കും കൂടെ അടയാളപ്പെടുത്താം. നമുക്കിവിടെ വരയാം. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലാണ് വേണ്ടത്. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ചാണ് വെക്കുന്നത്. അന്ന് അടയാളപ്പെടുത്താം. മുകളിൽ അടയാളപ്പെടുത്തണം. താഴോട്ട് വരയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴിയാണ്. കൈക്കുഴി നമ്മൾ 4.25 വെക്കുന്നുണ്ട്. അന്ന് അടയാളപ്പെടുത്താം. ഒന്ന് വരയാം. ഇനി നമുക്കിതിന് ഷേപ്പ് വരയ്ക്കാം. ഇനി നമ്മൾ ഇവിടേക്ക് ഷേപ്പൊന്നും കൊടുക്കണില്ല. നമുക്കൊന്ന് ഷേപ്പ് വരയ്ക്കാം. നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ പാവാട കട്ട് ചെയ്യണം. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് തുന്നത്തുമ്പ് പോകും. ഇവിടേക്കും 1/2 ഇഞ്ച് തുന്നത്തുമ്പ് പോകും. നമുക്കിനി പാവാട കട്ട് ചെയ്യാം. ഇത് 4 മടക്കിലാണ് ഇട്ടത്. നമുക്ക് ഇറക്കം വേണ്ടത് 16.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടണം. 18.5 ഇഞ്ച് എടുക്കണം. 1/2 ഇഞ്ച് മുകൾക്ക് തുന്നൽത്തുമ്പ് പോകണം. താഴേക്ക് 1.5 ഇഞ്ച് തുന്നൽത്തുമ്പും പോകണം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പാവാടി കട്ട് ചെയ്തെടുക്കണം. ഞെറി ഇടുന്നതിന് കണക്കൊന്നുമില്ല. അതിൽ എത്രത്തോളം ഞെറി കൊള്ളുമോ അത്രയും വയ്ക്കാം. ഞെറി നമ്മൾ എത്രത്തോളം ഇട്ട് കൊടുക്കുന്നു അത്രയ്ക്കും കാണാൻ ഭംഗിയുണ്ടാവും. പാവാടയുടെ ഇറക്കം നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചാൽ അത് വെച്ചാൽ മതി. ആ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തുന്നൽത്തുമ്പ് കൂടി കൊടുക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിത് തയ്ക്കല്ലേ. നമുക്ക് ആദ്യം ഇതിൻ്റെ തോൾ വീതി, തോൾ ഭാഗം
ഒന്ന് കൂട്ടിയെടുക്കണം, ഈ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും. നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ തോൾ വീതി തയ്ച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് മടക്കിയെടുക്കണം. ആദ്യം ഒന്ന് ഇങ്ങനെ ചെറുതാക്കി മടക്കുക, പിന്നെ ഒന്നും കൂടെ മടക്കണം. എന്നിട്ടിങ്ങനെ ചുറ്റിലും മടിച്ച് വരണം. ഇവിടുന്ന് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ തന്നെ കൊടുന്ന് നിർത്തരുത്, കുറച്ചും കൂടെ ഇപ്പുറത്തേക്ക് തുന്നി വരണം. എന്നിട്ടൊന്ന് കെട്ടിട്ടിട്ട് എടുക്കണം. നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ കഴുത്ത് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് കൈക്കുഴി തയ്ച്ചെടുക്കണം. ആദ്യം ഒന്ന് ചെറുതാക്കി മടക്കണം, പിന്നെ ഒന്നും കൂടെ ചെറുതാക്കി മടക്കുക. നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ കൈക്കുഴിയുടെ ഈ ഭാഗം തയ്ച്ചെടുത്തു. അതേപോലെ ഇനി നമ്മൾ ഇപ്പുറത്തെ ഭാഗം തയ്ച്ചെടുക്കണം. ആദ്യം ഒന്ന് മടക്കണം, പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് തയ്ച്ചെടുക്കണം. അപ്പം നമ്മൾ ഇപ്പുറത്തെ ഭാഗം തയ്ച്ചെടുത്തു. അപ്പം നമ്മൾ കഴുത്തും കൈക്കുഴിയും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഞെറിയിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഞെറിയിട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് തുന്നൽത്തുമ്പ് വരണേ, എന്നിട്ട് നമുക്ക് ഞെറിയിട്ട് കൊടുത്താൽ മതി. അതേപോലെ ഈ ഭാഗത്തും 1 ഇഞ്ച് വിടണം, ഇതൊപ്പം വെക്കണം. എന്നിട്ട് ഈ 1 ഇഞ്ച് തുന്നൽത്തുമ്പാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞെറിയിട്ടാൽ മതി. അങ്ങനെ ഞെറിയിട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തുണിയിൽ പിടിപ്പിച്ചാലും മതി, അല്ലെങ്കിൽ തുണിയിൽ തന്നെ വെച്ചിട്ട് ഞെറിയിട്ട് കൊടുത്താലും മതി. തുണി ഉള്ളതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. തുണി കുറവാണെങ്കിൽ വിട്ട് വിട്ട് ഇട്ട് കൊടുത്താൽ മതി പിടിപ്പിക്കാൻ. അപ്പം നമ്മൾ ഞെറിയിട്ട് കൊടുത്തണ്ണു. ഒരുപാട് ഞെറിയൊന്നും കിട്ടിയിട്ടില്ല, ഉള്ളത് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് 15.5 ഇഞ്ചുണ്ട്. ആ 15.5 കൂടെ 15.5 കൂടി വേണം, എന്നാലേ ഇത്രയെങ്കിലും ഞെറി കിട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ സൈഡിനായിട്ടൊരു അടി കൊടുക്കാം. അപ്പം നമ്മൾ ഈ സൈഡിനായിട്ടൊരു അടി കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരടി കൊണ്ട് കൊടുക്കണം. ഇപ്പുറത്തെ ഭാഗവും തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ ഇപ്പുറത്തെ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡ് കൂട്ടാം. 5 ഇഞ്ച് തുന്നൽത്തുമ്പ് കൊടുക്കാം. ഇനി ഇങ്ങനെ താഴെ വരെ അടയാളപ്പെടുത്തി കൊടുക്കണം. നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ ഭാഗം തയ്ച്ചെടുത്തോണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗം തയ്ച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഓറഞ്ചിൽ അങ്ങനെ ഷേപ്പ് കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾ താഴോട്ട് വരുമ്പോൾ 1 ഇഞ്ച് വേണമെന്നൊന്നുമില്ല, 2 അടി കൊടുക്കണം. നമ്മൾ 2 ഭാഗവും തയ്ച്ചെടുത്തു. ഇനി നമുക്കിത് മറയ്ക്കാം. അപ്പം നമ്മളിത് മറച്ചെടുത്തോണ്ട് ഇനി നമുക്കിതിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് മടക്കി അടിക്കാം ആദ്യം. അപ്പം നമ്മളിത് 1/2 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ചു. നമുക്കിത് 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കണം. അപ്പം നമ്മളിത് 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷിമ്മി തയ്ക്കൽ കഴിഞ്ഞു. ഞാനിത് എന്തെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഷിമ്മി റെഡി ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം.